നമസ്കാരം. മരണത്തിന്റെ തണുപ്പുള്ള ICU മുറിയിൽ നിന്ന് 10 ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ ജീവിതത്തിലേക്ക് തിരികെ നടന്നു വന്ന 10 വയസ്സുകാരൻ അനോഷ്. തന്റെ അനിയൻ അൽജോ ഇനി കൂടെയില്ലെന്ന കഠിനമായ സത്യം പോലും അറിയാതെയായിരുന്നു അവൻ ലോകത്തിനു മുന്നിൽ പുഞ്ചിരിച്ചത്. എന്നാൽ ആ കുഞ്ഞിന്റെ മാതാപിതാക്കളെയും ആശ്വാസച്ചിരിയെ പോലും ക്രൂരമായി വിചാരണ ചെയ്യുകയായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം സദാചാര പോലീസ്. അനിയൻ മരിച്ചിട്ടും ഇവൻ എങ്ങനെ ചിരിക്കുന്നു? ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഇത്ര സന്തോഷമോ? കീബോർഡിന് പിന്നിലിരുന്ന ഈ കമന്റുകൾ പടച്ചുവിടുന്നവർ കാണാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു കുഞ്ഞിനെ മണ്ണ് മൂടിയിട്ട് വരുന്നത് ഏതച്ഛന്റെയും അമ്മയുടെ ഹൃദയം തകർത്തുകൊണ്ടാണ്. പക്ഷേ ബാക്കിയായ ഒരു മകൻ കൂടി തളർന്നു പോകാതിരിക്കുവാൻ ആ മാതാപിതാക്കൾക്ക് ചിരിക്കാതെ വയ്യ. ഉള്ളുരുകി കരയുമ്പോഴും തന്റെ മകൻ ആത്മവിശ്വാസം നൽകുവാൻ ശ്രമിക്കുന്ന ആ അമ്മയെയാണ് സോഷ്യൽ മീഡിയ സ്നേഹമില്ലാത്തവളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. എന്നാൽ ഈ സൈബർ വേട്ടയാടലുകൾക്കിടയിലും മനുഷ്യത്വമുള്ള സ്വരങ്ങളും ഉയർന്നുണ്ട്. ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ അതിന്റെ പുറം ചട്ട കൊണ്ട് അളക്കരുതെന്ന ഷീലിമയെ പോലുള്ളവർ ഓർമ്മിപ്പിക്കുന്നു. അപകട മരണത്തിൽ തന്റെ മകന്റെ അവയവങ്ങൾ ദാനം ചെയ്ത ആലിൻഷറിന്റെ മാതാപിതാക്കളെ വേട്ടയാടിയ അതേ മനസ്ഥിതി തന്നെയാണ് ഇവിടെ വിധികർത്താക്കളായി വരുന്നത്. ഒരു ദുരന്തം അനുഭവിച്ചവർ ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കണമെന്ന് വാശി പിടിക്കുന്ന ഈ മനോരോഗത്തോട് കേരളം പ്രതികരിക്കേണ്ടതുണ്ട്. പാമ്പ് കടിയേറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ട അനോഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഡോക്ടർമാരുടെ കഠിനാധ്വാനവും ഒരു നാടിന്റെ പ്രാർത്ഥനയുമാണ്. അവൻ ഫുട്ബോളിനെ കുറിച്ചും മെസ്സിയെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നത് ആ ആശ്വാസം കൊണ്ടായിരുന്നു. അനിയനില്ലെന്ന സത്യം അവൻ തിരിച്ചറിയുമോ എന്നോർത്ത് ആ കുടുംബം നീറുമ്പോഴും ഈ സൈബർ വിചാരണകൾ ആ മുറിവിൽ ഉപ്പ് തേക്കുന്നതിന് തുല്യമാണ്. കുറ്റപ്പെടുത്തുന്നവർക്കും വിധിക്കുന്നവർക്കും അറിയാത്ത വേദനകൾ ആ വീടിനുള്ളിലുണ്ട്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ സഹതാപമല്ല, മറിച്ച് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരിടമാണ്. മരണത്തെ തോൽപ്പിച്ചു വന്ന ആ 10 വയസ്സുകാരന് കരുത്തു പകരാം. ആ മാതാപിതാക്കളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മുറിവുകൾ ചീന്തിയെടുക്കാതിരിക്കാം. പ്രിയപ്പെട്ട താരം മെസ്സിയുടെ പേരുള്ള ജേഴ്സിയും ഫുട്ബോളും കയ്യിലുണ്ടെങ്കിലും ആ 10 വയസ്സുകാരന്റെ ഉള്ളിൽ ഇനിയും കെട്ടടങ്ങാത്ത ഒരു ആദിയുണ്ട്. തന്റെ കൂടപ്പിറപ്പിനെ കുറിച്ചുള്ള ആദി. കൊടകര മറ്റത്തൂർ കടമ്പോട്ടെ ആ വീടിന് അവർക്കൊരു പേടി സ്വപ്നമാണ്. ഉറക്കത്തിൽ മരണം വിരിച്ച വലയിൽ കുടുങ്ങി അനിയൻ അൽജോ പോയി എന്ന സത്യം അനോഷ് അറിഞ്ഞിരുന്നില്ല. സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഭയന്ന് ബന്ധുവീട്ടിൽ അഭയം തേടിയ ആ കുടുംബം ഇന്ന് മറ്റൊരു വലിയ ആക്രമണം കൂടി നേരിടുകയാണ്. സോഷ്യൽ മീഡിയയുടെ ക്രൂരമായ വിചാരണ. അനിയൻ മരിച്ചിട്ടും ഇവൻ എങ്ങനെ ചിരിക്കുന്നുവെന്ന് ചോദിക്കുന്നവരോട് സ്വന്തം മകന്റെ ശവക്കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെ മറ്റൊരു മകനെ ചേർത്ത് പിടിക്കേണ്ടി വരുന്ന ഒരു അച്ഛന്റെയും അമ്മയുടെയും ഗതികേട് നിങ്ങൾക്ക് അറിയുമോ? അനോഷ് കാണാതിരിക്കാൻ ആ മാതാപിതാക്കൾ നടത്തുന്ന തന്ത്രപ്പാടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പലപ്പോഴും തോറ്റുപോവുകയാണ്. ആ കണ്ണീർ അനോഷ് കാണാതിരിക്കാൻ വേണ്ടിയാണ് അവർ പുറമേ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുന്നത്. ഇഷ്ടഭക്ഷണങ്ങൾ മെനുവായി ഡോക്ടർമാർ അവനെ യാത്രയാക്കുമ്പോൾ നീ വലിയവനാകുമെന്ന് അവർ ആശംസിച്ചത് അവന്റെ ഈ മനക്കരുത്തിനു കൂടിയുള്ള അംഗീകാരമാണ്. ശംഖുവരേന്റെ വിഷത്തെ തോൽപ്പിച്ച് ഈ 10 വയസ്സുകാരനെ തോൽപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലെ കുറച്ച് സദാചാരവാദികൾക്ക് കഴിയില്ല. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയും മറ്റൊരു കുഞ്ഞിന്റെ ജീവൻ തിരികെ കിട്ടിയ ആശ്വാസവും തമ്മിലുള്ള മൽപ്പിടുത്തത്തിലാണ് ആ കുടുംബം. അവർക്ക് ആ മരിച്ച കുഞ്ഞിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്നവന് തങ്ങളല്ലാതെ മറ്റാരും തുണയില്ലെന്ന തിരിച്ചറിവാണ് ആ പുഞ്ചിരിക്ക് പിന്നിൽ. കുറ്റപ്പെടുത്തുന്നവർക്ക് ആ മനോനില മനസ്സിലാകില്ലായിരിക്കാം, പക്ഷേ മനുഷ്യത്വമുള്ളവർക്ക് മനസ്സിലാകും. ആ ചിരി ഒരു അതിജീവനമാണെന്ന്. നമുക്കവരെ വിധിക്കാതിരിക്കാം, പകരം കരുത്തു നൽകാം.